ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പിക്സ് മാജിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രഗീഷ്. നമ്മളിതിന് മുന്നേ ചെയ്ത സിനിമ 4യുടെ ബേസിക് ട്യൂട്ടോറിയൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ് ആണ് പറഞ്ഞത്. ഇനി നമുക്കതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സിനിമ 4D ഓപ്പൺ ചെയ്യാം. ഓക്കെ, സിനിമ 4D ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന വ്യൂ പോർട്ടാണ് നമ്മൾ പറഞ്ഞു നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏരിയ. അതുപോലെ നമ്മൾ ബേസിക് കാര്യങ്ങൾ മൂവ് കീ, അതുപോലെ ഒബ്ജക്റ്റ് മാനേജർ, ആട്രിബ്യൂട്ട് എഡിറ്റേഴ്സ്, അതുപോലെ ആനിമേഷൻ സെറ്റിങ്സ്, സ്ലൈഡേഴ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സിനിമ 4Dയിലെ ഒബ്ജക്റ്റ് ടൈപ്പുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ 4Dയുടെ ബേസിക് പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഓരോ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിലുകൾ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. സിനിമ 4Dയിൽ ഒരുപാട് ഒബ്ജക്റ്റ് ടൈപ്പുകളുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിനെ രണ്ട് തരം തിരിച്ചിരിക്കുകയാണ്. അതായത് ഒബ്ജക്റ്റ് ടൈപ്പുകളെ മെയിനായിട്ട് രണ്ട് തരം തിരിച്ചിട്ടുണ്ട്. അതൊന്ന് പാസീവ് ഒബ്ജക്റ്റും ഒന്ന് ആക്റ്റീവ് ഒബ്ജക്റ്റുമാണ്. അപ്പോൾ എന്താണ് പാസീവ് ഒബ്ജക്റ്റ്, അതുപോലെ എന്താണ് ആക്റ്റീവ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ സിനിമ 4Dയിലെ ഒബ്ജക്റ്റുകളെ കുറിച്ചും നമുക്ക് ഈ ട്യൂട്ടോറിയൽ പഠിക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ആഫ്റ്റർ എഫക്ട്സ്, ബ്ലെൻഡർ, മായ, 3D മാക്സ്, അതുപോലെ ഹൂഡിനി എല്ലാത്തിൻ്റെയും ട്യൂട്ടോറിയൽ ബേസിക്സ് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കൂടാതെ നമുക്ക് പ്രൊഡക്ഷൻ ലെവലിൽ നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസിങ്ങുകൾ, സിനിമ 4D ഉപയോഗിച്ച് ചെയ്യാവുന്ന മോഷൻ ഗ്രാഫിക്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പാസീവ് ഒബ്ജക്റ്റ് അതുപോലെ ആക്റ്റീവ് ഒബ്ജക്റ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. അതുപോലെ സിനിമ 4Dയിലെ ഒബ്ജക്റ്റ് ടൈപ്പുകളും ഈ ട്യൂട്ടോറിയൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു ക്യൂബാണ്. അപ്പം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് സെലക്ട് ചെയ്യുന്നതെന്ന്. അപ്പം ഞാനിവിടെ ആദ്യം ഈ ക്യൂബിനെ സെലക്ട് ചെയ്യാണ്. ഈ ക്യൂബ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലാക്ക് മാർക്ക് കാണാം. ജസ്റ്റ് ഞാൻ അവിടെ മൗസ് ക്ലിക്ക് ചെയ്യുമ്പം ഈ ക്യൂബിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ഒരുപാട് മോഡൽസ് കാണാം. ഇപ്പം ഈ ഒരു സെക്ഷൻ, അതായത് ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒബ്ജക്റ്റുകളുടെ ടൈപ്പിനെ പ്രിമിറ്റീവ് ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക, പ്രിമിറ്റീവ്സ് ഒബ്ജക്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. പ്രിമിറ്റീവ് ഒബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഡീഫോൾട്ടായിട്ടുള്ള മോഡൽസുകൾ, അതായത് പ്രിമിറ്റീവ് മോഡൽസുകൾ കാണാം. അപ്പം ഞാനിവിടെ ക്യൂബാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്നത് പാസീവ് ഒബ്ജക്റ്റ്, ആക്റ്റീവ് ഒബ്ജക്റ്റ്, അതായത് രണ്ടെണ്ണം തരം തിരിച്ചിട്ട് അവയുടെ വ്യത്യാസമൊക്കെയാണ്. ഇപ്പം നമ്മളിപ്പോൾ എടുത്തത് പ്രിമിറ്റീവ് ഒബ്ജക്റ്റ്സ് ആണ്. അപ്പോൾ ഈ പ്രിമിറ്റീവ് ഒബ്ജക്ട്സ് ഇതിൽ ഏതിലാണ് പെടുക എന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ പ്രിമിറ്റീവ് ഒബ്ജക്ട്സിന് ഞാൻ ജസ്റ്റ് ഒരു പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്യേണ്ട ട്യൂട്ടോറിയൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പ്ലേ ബട്ടനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്ലേ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഈ സ്ലൈഡറിൽ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ മൂവ് ആവുന്നില്ല. അതായത് നമ്മൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഒബ്ജക്റ്റിന് യാതൊരു ആനിമേഷനും സംഭവിക്കുന്നില്ല. ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം ക്യൂബ്, അതായത് ഈ ഒബ്ജക്റ്റ് മാനേജറിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽ കാണാം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്തപ്പോൾ ഇതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാനിതിനെ ജസ്റ്റ് ഇവിടെ ഹൈഡ് ചെയ്യാണ്. ഇവിടെ ടിക്ക് ക്ലിക്ക് ഒഴിവാക്കുമ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒബ്ജക്റ്റ് വ്യൂ പോർട്ടിൽ നിന്ന് ഹൈഡ് ആവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇവിടെ സിമുലേറ്ററിൽ നിങ്ങൾക്ക് പാർട്ടിക്കിൾസിൽ എമിറ്റർ എന്ന് പറഞ്ഞ് കാണാം. അപ്പം ജസ്റ്റ് ഇവിടെ എമിറ്റർ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എമിറ്റർ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഞാൻ ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എമിറ്റർ മൂവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എമിറ്ററിൽ ലോഡ് ചെയ്ത് ഈ എമിറ്റർ നമ്മുടെ വ്യൂ പോർട്ടിൽ ആനിമേഷൻ സംഭവിക്കുന്നത് കാണാം. പക്ഷേ നമ്മൾ നേരത്തെ എടുത്ത ക്യൂബിന്, അതുപോലെ പ്ലേ ക്ലിക്ക് ചെയ്യുമ്പം ആനിമേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് പാസീവ് ഒബ്ജക്റ്റ്, ആക്റ്റീവ് ഒബ്ജക്റ്റ് തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം പാസീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് സ്വയം ചലിക്കാൻ സാധിക്കുന്നതല്ല, പക്ഷേ ആക്റ്റീവ് ഒബ്ജക്റ്റ് സ്വയം ചലിക്കുക, അതുപോലെ ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ആക്റ്റീവ് ഒബ്ജക്റ്റും പാസീവ് ഒബ്ജക്റ്റും അതിനുള്ളൊരു എളുപ്പവഴി, ഈ ബ്ലൂ കളറിൽ കാണുന്നില്ലേ, ഈ ബ്ലൂ കളറിൽ കാണുന്ന ഐക്കൺസ് എല്ലാം പാസീവ് ഒബ്ജക്റ്റാണ്. നമ്മളെടുത്ത ക്യൂബ് ഒരു ബ്ലൂ കളറിലാണ്, അതൊരു പാസീവ് ഒബ്ജക്റ്റാണ്. അതായത് നമ്മുടെ പ്രിമിറ്റീവ്സ് പാസീവ് ഒബ്ജക്റ്റാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, പ്രിമിറ്റീവ് ഒബ്ജക്റ്റുകളെല്ലാം പാസീവ് ഒബ്ജക്റ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ ഈ ക്യൂബിനെ ഹൈഡ് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എമിറ്റർ വർക്ക് ചെയ്യുന്നത് കാണാം, അതായത് എമിറ്റർ സ്വയം ചലിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് അതിൻ്റെ കൂടെ നമ്മുടെ ഒബ്ജക്റ്റിനെ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ക്യൂബിനെ ഓപ്പൺ ചെയ്തതിന് ശേഷം, അതായത് ടിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് സെറ്റ് ചെയ്യണം. ഒരു 10 സൈസിലേക്ക് അതിനെ XYZ ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഇനി ഈ ക്യൂബിനെ നമ്മളിപ്പോൾ എമിറ്ററിൽ ലോഡ് ചെയ്യാണ്. ജസ്റ്റ് ക്യൂബിനെ ഡ്രാഗ് ചെയ്യുക, എമിറ്ററിലേക്ക് ഇടുക. ഇനി എമിറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷോ ഒബ്ജക്റ്റ് എന്ന് കാണാം. ഈ ഷോ ഒബ്ജക്റ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് എമിറ്ററിൻ്റെ ഡയറക്ഷൻ, അതായത് എമിറ്റർ പോകുന്ന ഡയറക്ഷനിലേക്ക് നമ്മുടെ ക്യൂബ് ആനിമേഷൻ ആവുന്നത് കാണാം. അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം നമ്മുടെ ക്യൂബ് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒബ്ജക്റ്റിന് മൂവ് ചെയ്യിക്കാനുള്ള കഴിവ് ഈ എമിറ്ററിനുണ്ട്. അതായത് എമിറ്റർ ഒരു ആക്റ്റീവ് ഒബ്ജക്റ്റാണ്. പിന്നെ ഇതിലുപോലെ ഈ സിനിമ 4Dയിലെ ഓരോ ഒബ്ജക്റ്റ് ഡീറ്റെയിലെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇപ്പോൾ പ്രിമിറ്റീവ് ഒബ്ജക്ട്സ് ആണ്. ഇപ്പം പ്രിമിറ്റീവ് ഒബ്ജക്ട്സിൻ്റെ സൈഡിൽ ഈ ബ്ലാക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റുകൾ കിട്ടുമെന്ന് പഠിച്ചു. അതിൽ നമുക്ക് മോഡലിങ്ങിന് ഏതാണോ വേണ്ടത്, നിങ്ങൾക്ക് ഏതാണോ മോഡൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ഇന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അതിവിടെ വ്യൂ പോർട്ടിൽ വിസിബിൾ ആവുന്നതാണ്. ഇതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത പ്രിമിറ്റീവ് ഒബ്ജക്ട്സ് നമുക്കിതിൻ്റെ സെഗ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ ഇവിടെ ആട്രിബ്യൂട്ട്സിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സെഗ്മെൻറ്റ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യൂ പോർട്ടിൽ കാണുന്നില്ല, അതായത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിങ്ങൾ സെഗ്മെൻറ്റ്സ് കാണുന്നില്ല. അത് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ ക്വിക്ക് ഷെയ്ഡിങ് ലൈന് ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വിക്ക് ഷെയ്ഡിങ് ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം കാണാവുന്നതാണ്. അതായത് നമ്മളിവിടെ എത്ര കൊടുക്കുന്നോ ആ സെഗ്മെൻറ്റ്സ് ഇവിടെ വിസിബിൾ ആവുന്നതാണ്. അപ്പം അത് വർക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഇപ്പം ഇനി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത്ര റെസല്യൂഷൻ, അതായത് ഇത്ര സെഗ്മെൻറ്റ്സ് ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വ്യൂ പോർട്ടിൽ അത് ഹെവി ആവും. അപ്പം നോർമൽ മോഡൽ ചെയ്യുമ്പോൾ എപ്പോഴും ലോ പോളി ചെയ്യാൻ ശ്രമിക്കുക. ഞാനത് നോർമലിലേക്ക് മാറ്റി 1ലേക്ക് മാറ്റി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്ന ഒബ്ജക്റ്റ്, ഫസ്റ്റ് നമ്മൾ പ്രിമിറ്റീവ് ഒബ്ജക്ട്സ് പഠിച്ചു. ഇനി രണ്ടാമത് നമ്മുടെ ഒബ്ജക്ട്സ് ആണ് പോളിഗൺ ഒബ്ജക്റ്റ്. പോളിഗൺ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രിമിറ്റീവ് ഒബ്ജക്റ്റിനെ എഡിറ്റബിൾ ആക്കുകയാണ്, അതായത് പോളിഗൺ ഒബ്ജക്റ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ എഡിറ്റബിൾ ആക്കാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഷോർട്ട് കട്ട് C ആണ്. അതല്ലെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് മേക്ക് എഡിറ്റബിൾ എന്ന് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് എഡിറ്റബിൾ ആവുന്നതാണ്. ഇപ്പോൾ ഈ എഡിറ്റബിൾ ആയെന്ന് എങ്ങനെ നിങ്ങൾക്ക് അല്ലാണ്ടായി മനസ്സിലാവുന്ന വെച്ചാൽ നമ്മുടെ ഇവിടെ ജനറൽ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഐക്കൺ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് Ctrl+Z അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് കാണാം. ഇപ്പോൾ പഴയ അവസ്ഥയിൽ ഇവിടെ ക്യൂബ്, അതായത് ക്യൂബിൻ്റെ സെക്ഷനിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ആട്രിബ്യൂട്ട്സിൽ സെഗ്മെൻറ്റ്സും അതുപോലെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ആട്രിബ്യൂട്ട്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ അതിനെ എഡിറ്റബിൾ ആക്കി, C ഷോർട്ട് കട്ട് അടിച്ചിട്ട് അതിനെ എഡിറ്റബിൾ ആക്കിയപ്പോൾ നമ്മുടെ ഐക്കൺ ചേഞ്ച് ആയി. ഇതാണ് എഡിറ്റബിൾ ഐക്കൺ, അതിലേക്ക് മാറി. കൂടാതെ നമ്മുടെ സെഗ്മെൻറ്റ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ സൈസ് സെറ്റ് ചെയ്യാനും കഴിയില്ല, കാരണം ഇതിപ്പോൾ എഡിറ്റബിൾ ആയി. നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം, മോഡലിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ എഡിറ്റബിൾ ആകുമ്പോൾ സെഗ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാം, വേർട്ടെക്സ് സെലക്ട് ചെയ്യാം, അതുപോലെ എഡ്ജസ്, അതുപോലെ ഫേസ് എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പോളിഗൺ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിമിറ്റീവ് ഒബ്ജക്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ പോളിഗൺ ഒബ്ജക്റ്റിലാണ് ഉള്ളത്. അപ്പം ഇതാണ് പോളിഗൺ ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്ത് എഡിറ്റബിൾ ആക്കാവുന്നതാണ്. ഇത് പോളിഗൺ ഒബ്ജക്റ്റിലേക്ക് മാറ്റാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ഒരു മോഡൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വേർട്ടെക്സ്, എഡ്ജ്, ഫേസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങളെ മോഡലിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു ഫേസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മൂവ് ചെയ്ത് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റൊട്ടേഷൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റൊട്ടേഷൻ്റെ കീ കാണാം എൻ്റെ മൗസിൻ്റെ അവിടെ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മോഡലിങ്ങിൻ്റെ ക്ലാസ് പറഞ്ഞു തരുന്നതാണ്. ഇത് ബേസിക് ആണ്. അപ്പോൾ ഇത് നിങ്ങളെന്തായാലും ഈ ഞാനിപ്പോൾ പറഞ്ഞ പ്രിമിറ്റീവ് ഒബ്ജക്ട്സ് അതുപോലെ പോളിഗൺ മോഡൽസിനെ കുറിച്ച് പഠിക്കുക. ഇനി ഞാനിതിനെ ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ പഠിച്ച് പാസീവ് ഒബ്ജക്റ്റ്, ആക്റ്റീവ് ഒബ്ജക്റ്റ്, അതായത് മൊത്തത്തിലുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്താണ് പാസീവ് ഒബ്ജക്റ്റ്, ആക്റ്റീവ് ഒബ്ജക്റ്റും. അതിൽ പ്രിമിറ്റീവ് ഒബ്ജക്റ്റ് പഠിച്ചു, പോളിഗൺ ഒബ്ജക്ട്സ് പഠിച്ചു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സ്പ്ലൈൻ ഒബ്ജക്റ്റാണ്. ഇത് അതായത് ഈ പ്രിമിറ്റീവ് ഒബ്ജക്റ്റിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് സ്പ്ലൈൻ ഒബ്ജക്റ്റ്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്, അതുപോലെ ആ ബ്ലാക്ക് മാർക്കിൽ.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്പ്ലൈൻ ഒബ്ജക്റ്റുകൾ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം പാസീവ് ഒബ്ജക്റ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് കണ്ടാൽ അത് എന്ത് രൂപമാണ്, അതായത് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത്. കാരണം ഒരു മോഷൻ ചെയ്യുമ്പം എഫക്ട്സുകൾ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു സ്റ്റാർ സെലക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ സ്പ്ലൈൻ ഒബ്ജക്റ്റ്. ഇത് നമ്മൾ ഫോട്ടോഷോപ്പിലും ഇല്ലുസ്ട്രേറ്ററിലും നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ ഒരു പെൻ ടൂൾ, അതായത് ഈ സ്പ്ലൈൻ ഒബ്ജക്റ്റിൽ പെൻ ടൂൾ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിതുപോലെ മോഡൽ ചെയ്യാം, അതായത് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക്. അതുപോലെ ആനിമേഷൻ്റെ പാത്തെല്ലാം ഈ സ്പ്ലൈൻ ഒബ്ജക്റ്റ് വെച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ സ്പ്ലൈൻ ഒബ്ജക്റ്റിൽ ബ്ലൂ കളറും അതുപോലെ ഈ സൈഡ് വൈറ്റ് കളറും കാണാം. അപ്പോൾ എവിടെയാണോ ഈ ഒബ്ജക്റ്റ് അവസാനിക്കുന്നത്, അതായത് നമ്മൾ എൻഡ് പോയിന്റ് എവിടെയാണോ, എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വൈറ്റ് മാർക്കുള്ള ഏരിയ ആണ് നമ്മൾ പോയിന്റ് തുടങ്ങി, അതായത് വരയ്ക്കാൻ തുടങ്ങിയ ഏരിയ. അതുപോലെ എൻഡ് ചെയ്യുന്ന ഏരിയ എപ്പോഴും ബ്ലൂ ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ എന്തായാലും മോഡൽ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പക്ഷെ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ സ്പ്ലൈൻ ഒബ്ജക്റ്റിന് ഈ പെൻ ടൂളിൽ വരച്ച ലൈൻസിനെ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം നമ്മളെടുത്ത ഈ ഒരു സ്റ്റാർ, ഇപ്പോൾ സ്പ്ലൈൻ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്യുക, അതായത് പോയിൻറ്റ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് ചേഞ്ച് ആവുന്നത് കാണാം. അപ്പം 5 ഉള്ളത്. അതുപോലെ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് വേണോ ആ പോയിൻറ്റ്സിലേക്ക് അതിനെ സെറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഇന്നർ ഔട്ടർ റേഡിയസുകളും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സൈസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും അതിൻ്റെ ആട്രിബ്യൂട്ട്സിൽ പോയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓരോ ഒബ്ജക്റ്റിൻ്റെയും വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾ തന്നെ നോക്കുക. കാരണം നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് അതെങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതുപോലെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഈ സ്പ്ലൈൻ ഒബ്ജക്റ്റാണ്. പക്ഷേ ഈ സ്പ്ലൈൻ ഒബ്ജക്റ്റ് ഇപ്പം വെറും ലൈൻസ് മാത്രമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പോരാ, ഇതൊരു പോളിഗൺ ഒബ്ജക്റ്റായി കിട്ടണം. അതായത് നമുക്കത് വിസിബിൾ ആവണം. ഇപ്പോൾ വെറും ലൈന് മാത്രമേ ഉള്ളൂ, അതിന് സെഗ്മെൻറ്റ്സ് ഒന്നുമില്ല, അതായത് ഫേസ് ഒന്നുമില്ല. അപ്പം നമുക്കതിലേക്ക് മാറ്റാം. ആദ്യം ഞാൻ ഇവിടുന്ന് ജസ്റ്റ് എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്തു. അപ്പം നമുക്ക് വേണ്ടത് ഈ ഒബ്ജക്റ്റിനെ എക്സ്ട്രൂഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ബേസിക് സെറ്റിങ്സുകൾ. അപ്പോൾ ഞാനിവിടെ ഒരു എക്സ്ട്രൂഡ് സെലക്ട് ചെയ്തു. ആ എക്സ്ട്രൂഡിലേക്ക് നമ്മുടെ സ്റ്റാറിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് എക്സ്ട്രൂഡിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രൂഡിലേക്ക് ആഡ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്റ്റാർ ഇപ്പോൾ ഇവിടെ വിസിബിളായി. നമ്മളിവിടെ പോയിൻറ്റ്സ് ചേഞ്ച് ചെയ്യുമ്പം അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നത് കാണാം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മൾ അടിച്ച് എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാറിനിവിടെ ചേഞ്ച് ആവുന്നതാണ്. അത് എൻ്റെ ചൈൽഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലേക്കെല്ലാം അതിനെ ചേഞ്ച് ചെയ്യാം. ഇതുപോലെ ഏത് ആനിമേഷനും കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇതിനെ മോഡൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്പ്ലൈൻ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഇതിൽ ഒരുപാട് ഷേപ്പ് ഉണ്ട്. അത് ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക എക്സ്ട്രൂഡ് ഓപ്ഷനിൽ. അത് ഞാൻ അടുത്തതിൽ എന്താണ് എക്സ്ട്രൂഡ് ഏത് ഒബ്ജക്റ്റിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ സ്പ്ലൈന് ചെയ്ത് നോക്കുമ്പം എക്സ്ട്രൂഡ് അതുപോലെ സെറ്റിങ്സുകൾ ചെയ്ത് നോക്കുക. ഓക്കെ, കാരണം അല്ലെങ്കിൽ അതൊരു ലൈൻസ് പോലെയാണ് നമുക്ക് കാണുക. അപ്പം ചില സമയത്ത് നമുക്ക് അതുപോലെ പാത്ത് ആവശ്യം ഉണ്ടാവും ആനിമേഷൻ ചെയ്യുമ്പോൾ. അത് ആനിമേഷൻ്റെ ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ബേസിക് നോക്കുകയാണ്. അപ്പം ഇതുപോലെ ഓരോ ഷേപ്സും എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളിവിടെ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ടെക്സ്റ്റിനെ ഞാൻ ഇതുപോലെ എക്സ്ട്രൂഡിലേക്ക് ഡ്രാഗ് ചെയ്തിടും. ഇപ്പോൾ ഏത് ഒബ്ജക്റ്റിനെയാണോ നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിനെ നമ്മുടെ എക്സ്ട്രൂഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ ആ ടെക്സ്റ്റ് വിസിബിളായി. ഇനി നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അവിടെ ഞാനിപ്പോൾ ജസ്റ്റ് പിക്സ്മാജിക് എന്ന് ടൈപ്പ് ചെയ്യാണ്. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ എഴുതിയ ലെറ്റർ ഇവിടെ വിസിബിൾ ആവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ സെറ്റിങ്സുകൾ നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ക്ലാസ്സിൽ ഈ ഓരോ സെക്ഷന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുന്നുണ്ട്. അന്നപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സുകളും പറഞ്ഞുതരാം. പക്ഷേ ഇപ്പം നിങ്ങൾ ഇതുപോലെ ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. ഇനി നമ്മളിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 3 തരം ഒബ്ജക്റ്റ് പഠിച്ചു. പ്രിമിറ്റീവ് ഒബ്ജക്ട്സ്,
പിന്നെ പോളിഗൺ ഒബ്ജക്റ്റ്, അതുകൂടാണ്ട് സ്പ്ലൈൻ ഒബ്ജക്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പെടുന്നത് ഓപ്പറേറ്റർ ഒബ്ജക്ട്സ് ആണ്. ഈ ഓപ്പറേറ്റർ ഒബ്ജക്ട്സിൽ വരുന്നതാണ് ഇപ്പം നമ്മളിവിടെ ക്യൂബ് സെലക്ട് ചെയ്ത്, അപ്പം ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഓപ്പറേറ്റർ ഒബ്ജക്റ്റ്. അപ്പം നമുക്കത് എന്താണ് ഓപ്പറേറ്റർ ഒബ്ജക്റ്റ് എന്ന് നോക്കാം. ഇപ്പം നമ്മളിവിടെ ഒരു പേർപ്പിൾ കളറിൽ കാണുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്റ്റുകൾ, അതായത് ഒരുപാട് ടൈപ്പുകൾ കാണാം. അപ്പം ഇതാണ് ഓപ്പറേറ്റർ ഒബ്ജക്റ്റ്. ഇപ്പം പേർപ്പിൾ കളറിലുള്ളത് ഒരു ആക്റ്റീവ് ഒബ്ജക്റ്റ് ആണ്. കാരണം ഈ ബ്ലൂ കളറിലുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞു പാസീവ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഈ പേർപ്പിൾ കളറിലുള്ളതും ഒരു ആക്റ്റീവ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ആക്റ്റീവ് ഒബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. അതുപോലെ പാസീവ് ഒബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുമ്പോൾ അവിടെ നോട്ട് ചെയ്യും. അപ്പോൾ ഞാനിതിലൊരു ട്വിസ്റ്റ് എടുത്തു. അതുപോലെ ഇവിടെ നമ്മുടെ ക്യൂബ് ജസ്റ്റ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ക്യൂബിലേക്ക് നമ്മുടെ ട്വിസ്റ്റിനെ ഡ്രാഗ് ചെയ്തിടാം. ഇനി നിങ്ങൾ ഈ ട്വിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമുക്ക് മോഡൽ ചെയ്യുമ്പോഴും ആനിമേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ഉപകാരമുള്ള ഒരു ഓപ്ഷനാണ് ഓപ്പറേറ്റർ ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ പൊട്ടിപ്പോകുന്നത്. അത് നമ്മുടെ ഒബ്ജക്റ്റിന് സെഗ്മെൻറ്റ്സ് കുറവായതുകൊണ്ടാണ്. അതുകൊണ്ട് ക്യൂബ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സെഗ്മെൻറ്റ്സ് ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളെ ഒബ്ജക്റ്റ് സ്മൂത്ത് ആവുന്നത്. ഇനി നമ്മളിവിടെ ട്വിസ്റ്റ് സെലക്ട് ചെയ്ത ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പം സ്മൂത്ത് ആവുന്നത് കാണാം. ഇതുപോലെ അതിലൊരു ഓപ്പറേറ്റർ ഒബ്ജക്റ്റിലെ ഓരോ ഒബ്ജക്റ്റിനെയും നിങ്ങൾക്ക് ഇതുപോലെ ലോഡ് ചെയ്ത് അതിലേക്ക് നമ്മുടെ ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്ത് ആനിമേഷനും റൊട്ടേഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ പേർപ്പിൾ കളർ കാണുന്ന ഇതാണ് ഓപ്പറേറ്റർ ഒബ്ജക്റ്റ്. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓപ്പറേറ്റർ ഒബ്ജക്റ്റും ഒരു ആക്റ്റീവ് ഒബ്ജക്റ്റാണ്. ഇനി നമ്മൾ ഈ സെക്ഷനിൽ എടുക്കുന്നതാണ് ജനറേറ്റർ ഒബ്ജക്റ്റ്. ജനറേറ്റർ ഒബ്ജക്റ്റിൽ വരുന്നതാണ് നമ്മൾ എക്സ്ട്രൂഡ് നേരത്തെ എടുത്തു. അതായത് ജനറേറ്റർ ഒബ്ജക്റ്റിൻ്റെ ജസ്റ്റ് ഇതാണ് ജനറേറ്റർ ഒബ്ജക്റ്റ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എക്സ്ട്രൂഡ്, ലേത്ത്, ലോഫ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഞാനിതിൽ ജസ്റ്റ് എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇവിടെ സ്പ്ലൈൻ ടൂളിൽ ഏതെങ്കിലും ഒരു ഫ്ലവർ എടുത്തു. ഇനി അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ പെറ്റൽസ് ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു, അതുപോലെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഈ ജനറേറ്റർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് വിസിബിൾ ആവുന്നത് കാണാം. അപ്പോൾ നമ്മളത് എക്സ്ട്രൂഡായി, നമ്മൾ പോളിഗൺ സെറ്റായി. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ മോഡലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഇത് ജനറേറ്റർ ഒബ്ജക്റ്റാണ്. ഇതും ഒരു ആക്റ്റീവ് ഒബ്ജക്റ്റാണ്. അപ്പോൾ നമ്മളിപ്പം പഠിച്ചതിൽ ഏതൊക്കെയാണ് ആക്റ്റീവ് ഒബ്ജക്റ്റ് അതുപോലെ ഏതൊക്കെയാണ് പാസീവ് ഒബ്ജക്റ്റ് എന്ന് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളെടുത്തു നമ്മളെടുത്തത് പ്രിമിറ്റീവ് ഒബ്ജക്റ്റ്. അതുപോലെ നമ്മൾ അതിനെ എഡിറ്റബിൾ ആക്കി, അതായത് പോളിഗൺ ഒബ്ജക്റ്റ് മാറ്റി. അതുകൂടാതെ ഇത് സ്പ്ലൈൻ ഒബ്ജക്റ്റ്. പിന്നെ നമ്മളെടുത്തത് ഓപ്പറേറ്റർ ഒബ്ജക്റ്റ്, അതായത് ഈ പേർപ്പിൾ കളറ്. അതുപോലെ നമ്മളെ ജനറേറ്റർ ഒബ്ജക്റ്റ്, ഈ എക്സ്ട്രൂഡ്, ഇതൊക്കെ ഈ സെറ്റിങ്സ് വരുന്നത് ജനറേറ്റർ ഒബ്ജക്റ്റാണ്. അപ്പം നിങ്ങൾ ഈ പഠിച്ചതിൽ ജനറേറ്റർ ഒബ്ജക്റ്റും അതുപോലെ ഓപ്പറേറ്റർ ഒബ്ജക്റ്റും ആക്റ്റീവ് ഒബ്ജക്റ്റാണ്. അതുപോലെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഒബ്ജക്റ്റുകളെല്ലാം പാസീവ് ഒബ്ജക്റ്റാണ്. അതായത് സ്പ്ലൈന്, പോളിഗൺ, പ്രിമിറ്റീവ്സ് എല്ലാം പാസീവ് ഒബ്ജക്റ്റാണ്. പിന്നെ ഇവിടെ പറഞ്ഞു സിമുലേറ്റിൽ നിങ്ങൾക്ക് പാർട്ടിക്കിൾസ്, അതായത് ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇതെല്ലാം ആക്റ്റീവ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് സിനിമ 4Dയുടെ ഓരോ ഒബ്ജക്റ്റ് ടൈപ്പുകളെ പഠിച്ചു. ഇത് ബേസിക് ആണ്. അപ്പം നിങ്ങൾ അടുത്ത ക്ലാസ് ചെയ്യുമ്പം ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, കാരണം ഒബ്ജക്റ്റ് ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്തൊരു സെക്ഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ടെക്സ്ചറിങ് അതുപോലെ റെൻഡറിങ് ബേസിക് നോക്കാം. നമ്മളിപ്പം സിനിമ 4D ബേസിക് ഓവറോൾ ഫ്രണ്ട് നമ്മൾ നോക്കി. ഇനി അതുപോലെ ടെക്സ്ചറിങ്ങും റെൻഡറിങ്ങും നമുക്ക് നോക്കാം. അടുത്ത ട്യൂട്ടോറിയലിൽ അതിൻ്റെ ഡീറ്റെയിലുകളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല ട്യൂട്ടോറിയലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പം അടുത്ത ട്യൂട്ടോറിയൽ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.